എന്നോട് മുമ്പ് ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഏതായാലും ബഹുമാന്യനായ സീനിയർ നേതാവ് ബാബുചേട്ടൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പ്രതികരിക്കേണ്ടി വരും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഈ വിഷയത്തിൽ ഈ ജിയോണ എന്ന് പറയുന്ന അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്ത ഒരാൾ ഞാനാണ്, അതിനകത്ത് സംശയവുമില്ല. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ ശുപാർശ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിയമനം എന്ന് പറയുന്നത് ഇത് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു നിയമനമല്ലല്ലോ. സ്വാഭാവികമായും റെക്കമെൻഡേഷൻ ആവശ്യമായിട്ട് വരും. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ സെലക്ഷനും ആവശ്യമായിട്ട് വരും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ മുമ്പിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് സാധ്യതകൾ നിരവധിയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്നതുപോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകി. അവരുടെ പശ്ചാത്തലം നോക്കിയിട്ടില്ല എന്നൊരു വിമർശനമാണ് ഇപ്പോൾ വരുന്ന. ഒരു പഴയ SFI ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്നാണ് പറയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ഇപ്പോൾ നിങ്ങളല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം മുൻകാലഘട്ടത്തിൽ SFI ആണോ KSU ആണോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അവർ അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ പരിചയപ്പെടുന്നു. അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ അവരേത് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നാണ് ഞാൻ അന്വേഷിക്കേണ്ടത്. എനിക്ക് 100% ബോധ്യപ്പെട്ടു അവർ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിഭാഷകരുടെ സംഘടനയാണ്. ആ സംഘടനയിൽ 2022 മുതൽ ആക്റ്റീവ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അവർ. അത് 100% എനിക്ക് ബോധ്യമുണ്ട്, ഞാൻ ബോധ്യപ്പെട്ടു. മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഇനി കൂടുതൽ ചർച്ച ആവശ്യമുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഏതായാലും ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക അംഗമായിട്ടുള്ള ഒരു അഭിഭാഷകയെ റെക്കമെൻഡ് ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? പിന്നെ മുൻകാലഘട്ടങ്ങളിൽ അവർ ഇനി SFI ആണോ KSU ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തു ആയിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ 2022 മുതൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ അംഗമായി ഒരു അഭിഭാഷക പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു അയോഗ്യതയായി എനിക്ക് തോന്നുന്നില്ല. അതൊരു അയോഗ്യതയാണോ എനിക്കറിയത്തില്ല. അത് ഈ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് 100% ബോധ്യമുണ്ട് എന്ന് ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്.